കുട്ടി കർഷകരുടെ വീട്ടിലേക്ക് നടൻ ജയറാം എത്തിയിട്ടുണ്ട്. മാത്യുവിനെ ചേർത്ത് പിടിച്ച് ജയറാം നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ ജയറാം പറഞ്ഞിരുന്നു ഈ കുട്ടികളെ കാണും, ആശ്വസിപ്പിക്കും എന്ന്. മാത്രവുമല്ല 5 ലക്ഷം രൂപയുടെ സഹായവും നൽകുമെന്ന് ജയറാം പറഞ്ഞിരുന്നു. ജയറാം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമ്മുടെ കൂടെ ഹലോ 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 കാണാമോ? മറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇവനനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത്. അതെല്ലാം ഉണ്ടായത്. വയറ് വീർത്ത് 4 കാലും മുകളിലേക്ക് വരും. നാക്കിന്നൊരു നൊരയും വന്നില്ലേ. അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് ചാവുന്നത്. ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള നമുക്കറിയില്ല. എറണാകുളത്തു നിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു. ഒരാഴ്ച എടുത്തു ഇതിൻ്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ. അപ്പോഴും പറഞ്ഞത് വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധിയൊന്നും ഉണ്ടായില്ല. എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം, കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല. എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ, മാത്രമല്ല 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം. അപ്പോൾ ഈ 2 മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു. എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ്. ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു. നിർമ്മാതാവിനെ വിളിച്ചു. സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു. ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു. എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ. കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും. നോക്കിക്കോളൂ. ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു. നോക്കിക്കോ, ഉറപ്പായിട്ടും. ആഗ്രഹമില്ല അങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൃഷ്ണഗിരിക്ക് കൂടെ വരാം. ഞാൻ എപ്പോഴും പശുക്കളെ എടുക്കുന്ന അവിടെ നിന്നാണ്. കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ നല്ല HF തന്നെ ഏകദേശം ഇവിടെ നമുക്ക് HF ഒരു 70,000 രൂപ വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു 40 രൂപ 35 രൂപയ്ക്ക് മേടിച്ചു തരാം. ട്രാൻസ്പോർട്ടിങ് കാശും കുറച്ചിട്ട്. എനിക്ക് അറിയുന്ന ഒരുപാട് അവിടെ തമിഴ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ HF എടുക്കണ്ട. ഫുൾ HF എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് കാലാവസ്ഥയിൽ കുറച്ച് ഇതാവും. ഒരു മീഡിയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 40 രൂപ 35 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് നമുക്കൊരു 10 15 കൊണ്ടുവരാം കേട്ടാ. നടൻ ജയറാം കുട്ടി കർഷകരുടെ വീട്ടിലെത്തി അവർക്കുള്ള ചെക്ക് കൈമാറുകയാണ്. 5 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറുന്നത്. ഇവിടെ കൊണ്ടിറക്കാൻ പറ്റും. ജയറാം വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കും. 7 മാസം 6 മാസം ചെനയായ പശുക്കളെ ഞാൻ പറയും. അത് കൊണ്ടുവരാൻ പറ്റും. എല്ലാം നന്നാവട്ടെ. വലിയൊരു ഇടപെടലാണ് നടൻ ജയറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കുട്ടി കർഷകർക്ക് വലിയൊരു സഹായമാണ് താരം അവിടെ തന്നെ എത്തി നൽകിയിരിക്കുന്നത്.
നാളെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ്. അതിനുള്ള നടത്തിപ്പ് ചെലവായി ഏതാണ്ട് 5 ലക്ഷം രൂപയോളം വരും. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ പണം ഈ കുട്ടികൾക്ക് നൽകാനുള്ള തീരുമാനം ജയറാം എടുക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, അത് വേണമെങ്കിൽ അല്ലാതെ കൈമാറാവുന്നതാണ്. അത് വേണ്ട, അവിടെ വന്ന കുട്ടികളെ നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കുക എന്ന തീരുമാനം കൂടി ജയറാം എടുത്തു. അതിൻ്റെ ഭാഗമായാണ് തൊടുപുഴയിൽ ജയറാം നേരിട്ടെത്തി ഇപ്പോൾ പണം കൈമാറിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് ജയറാം പറഞ്ഞത്? സഹായങ്ങൾ മാത്യുവിനെയും കുടുംബത്തെയും തേടിയെത്തുന്നവരെ കൂടുതൽ ആളുകൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നടൻ ജയറാം നേരിട്ടെത്തിയാണ് 5 ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് കൈമാറിയത്. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച്, അതിന് കണക്കാക്കി വെച്ചിരുന്ന പൈസ അത് മാറ്റി ഈ കുട്ടികൾക്ക് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഏറ്റവും മികച്ച മാതൃകാപരമായ ഒരു തീരുമാനം. അത് നേരിട്ട് കൊണ്ടുവന്ന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹവും ഇത്തരത്തിൽ ഫാമൊക്കെ നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ വിഷമം കൃത്യമായി തനിക്ക് ഈ കുട്ടികൾ നേരിട്ട ബുദ്ധിമുട്ട് തനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അവരെ നേരിട്ടെത്തി ആശ്വസിപ്പിക്കാൻ ഒരു തീരുമാനം. വരും നാളുകളിൽ, അതായത് മാത്യു ഇത്തരത്തിൽ ഈ കൃഷി ശക്തമായി തുടരുമെന്ന് തനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്യുവിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും പശുവിനെ വാങ്ങുന്നതിനുൾപ്പെടെ മാത്യുവിന് ഈ പശുവിനെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇനി ഉണ്ടാകും. ഏത് സമയത്ത് വേണമെങ്കിലും തന്നെ വിളിക്കാം. ഏത് സംശയങ്ങൾ ദൂരീകരിക്കുന്നത് തന്നെ ഈ വിളിക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണ മാത്യുവിനും കുടുംബത്തിനും ഉണ്ടാകും. ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ കൃഷി തുടരാൻ മാത്യുവിന് സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസ കൂടി ജയറാം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ, നേരത്തെ സർക്കാരിൻ്റെ സഹായം എത്തിയിരുന്നു, ഇപ്പോൾ നടൻ ജയറാമിൻ്റെ സഹായം, അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ, ഈ വ്യവസായ പ്രമുഖരെല്ലാവരും തന്നെ മാത്യുവിനും കുടുംബത്തിനും കൂടുതൽ പശുക്കളെ വാങ്ങി നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ സങ്കടമുണ്ടായിരുന്നു, വലിയ ദുഃഖമുണ്ടായിരുന്നു. കാരണം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയായിരുന്നു ആ കുടുംബവും ആ കുട്ടികളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ആ പശുക്കൾ. 13 പശുക്കൾ ചത്തു എന്ന വാർത്ത കേട്ട ആ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും മാത്യു ആശുപത്രിയിലാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക, സംസ്ഥാനമൊട്ടാകെ അല്ലെങ്കിൽ മനസ്സുകൾ എല്ലാവരും ഒന്നിച്ചൊന്നായി വന്ന് ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ജയറാമിൻ്റെ വീട്ടിലേക്കുള്ള വരവ്. കൂടുതൽ പേർ സഹായമായി എത്തും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. വേണം വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.